ബാല ആൻഡ് എലിസബത്ത് വീണ്ടും നമ്മൾ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഒരു പാവപ്പെട്ട ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം. അവരവരുടെ കാര്യങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ ഒരു സിനിമാ നടനിൽ നിന്ന്, അവരുടെ മുൻ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ഒരു സിനിമാ നടനിൽ നിന്ന് അവർ ഒരുപാട് അട്രോസിറ്റീസ് നേരിടുകയും അവരൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയരാൻ ശ്രമിക്കും തോറും അവരുടെ ചിറകിൽ അടിച്ച് ചിറകൊടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പ്രതിനായകനും അദ്ദേഹത്തിൻ്റെ ടീമുകളും എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരവുമായിട്ട് എലിസബത്ത് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എലിസബത്തിന് വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരത്തി പഴയ ട്രാക്കിലെ, അവരുടെ പ്രൊഫഷൻ്റെ ട്രാക്കിലേക്ക് വീഴുകയും അതോടുകൂടി മെൻറ്റിങ്ങും എങ്ങനെയാണ് ഡിപ്രഷൻ ഓവർകം ചെയ്യുക, ശരിക്കും ഒരു ഡോക്ടറെ പോലെയാണ് അവർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു, സ്വയം സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് തിരിച്ചു മടങ്ങി വന്നു എന്നൊരു സൂചനയായിരുന്നു കഴിഞ്ഞ കുറച്ച് 2-3 വീഡിയോകളിലായിട്ട് എലിസബത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെയും അത് കണ്ടിട്ട് ചൊറിഞ്ഞിട്ടാണോ എന്തോന്ന് അറിയില്ല, പിന്നെയും കുത്തുന്ന വാക്കുകളും ഈ പറയപ്പെടുന്ന പോലെ, അതായത് നീ ഒരു പാടാണ്, നിനക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നീ കേസ് കൊടുത്താൽ ആരും മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനാണ് ഈ സെന്റിമെന്റ്സും പറഞ്ഞ് നടക്കുന്ന രീതിയിൽ ഫേക്ക് ഐഡിയിൽ നിന്നുകൊണ്ട് എലിസബത്തിനെ ചൊറിയാനായിട്ട് പിന്നെയും ആളുകൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. ഇത് ശരിയാണ്. അതായത് എല്ലാ കാലത്തും എലിസബത്തിന് നേരിടേണ്ടി വരുന്ന ഒരു ട്രോമയാണ്. അതായത് എലിസബത്ത് ഏതെങ്കിലും രീതിയിൽ ഡിപ്രഷനെ ഓവർകം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് വരുന്നു എന്നറിയുന്ന സാഹചര്യത്തിൽ വളരെ മനഃപൂർവ്വം തന്നെ, വളരെ എന്താ പറയുക, മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നീ പരാതി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും ഇവിടെ നടക്കത്തില്ല, നിന്റെ പരാതികൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലുള്ള കമൻറ്റുകൾ എലിസബത്തിന് വരികയും ചെയ്യണം. അത് എലിസബത്തിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ എലിസബത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയപ്പെടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ബാലയുടെ കിങ്കരന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഈ ഒരു കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകണ്ടോ, അല്ലെങ്കിൽ ഒരു അതിൽ ഇടപെട്ടത് കൊണ്ട് ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക സുഖം കിട്ടുകയോ ചെയ്യേണ്ട ആൾക്കാർ വേറെ ആരും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് എന്തായാലും ഇപ്പോൾ മഹേഷ് മമ്മു TVM എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജുകൾ എലിസബത്തിന് വരുന്നത്. അതിനകത്ത് ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: ഇങ്ങനെ പേടിച്ച് എത്ര കാലം, ആരുടെ ഇതിനെയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു മെസ്സേജ്. അതിന് എലിസബത്ത് കൊടുത്തിരിക്കുന്ന മറുപടി ഇതാണ്: കുറെ നാണം കെട്ട ആൾക്കാരുണ്ടല്ലോ, എത്ര കിട്ടിയാലും പഠിക്കാത്ത അവർക്കാകും എന്നൊക്കെ എലിസബത്ത് പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ചീഫ് മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുക്കും എന്ന് എലിസബത്ത് പറയുമ്പോൾ, നിന്റെയൊക്കെ പരാതി ഇല്ലേ ചീഫ് മിനിസ്റ്റർ, ഇതല്ലേ പണി ചീഫ് മിനിസ്റ്റർക്ക്, നിന്റെയൊക്കെ ഇങ്ങനെയുള്ള ചീള് പരാതികൾ നോക്കാനല്ലേ, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന രീതിയിൽ. എന്തായാലും നീ പരാതി കൊടുത്തിട്ട് ഇന്ന സ്റ്റേഷനിൽ, അതായത് പാലാരിവട്ട സ്റ്റേഷനിൽ എലിസബത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് കാലം എത്ര കഴിഞ്ഞു, എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടായോ എന്ന രീതിയിൽ അയാൾ നിയമത്തെയാണോ കൊഞ്ഞണം കുത്തി കാണിച്ചത്, അതോ എലിസബത്തിനെയാണോ കൊഞ്ഞണം കുത്തി കാണിക്കുന്നതെന്ന് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും എലിസബത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരുത്തനല്ല, എന്തായാലും ഫേക്ക് ഐഡി ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ബാല എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുൻ ഭർത്താവ് എന്ന് പറയുന്ന ആള്, പിന്നെ എലിസബത്ത് പറയുന്ന ഒരു സെൻസിൽ മുൻ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല, ഡിവോഴ്സ് ആയിട്ടില്ല, പിന്നെ നിയമപര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. എന്തായാലും നാടറിഞ്ഞ ഒരു സിനിമാ കല്യാണമായിരുന്നു അത്. എന്തായാലും വലിയ ഗംഭീര ആഘോഷമാക്കി നടത്തിയ ഒരു കല്യാണമായിരുന്നു. സോ അതിനൊന്നും ഒരു വിലയില്ല എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. അതിനൊന്നും റിസപ്ഷനും കല്യാണമൊക്കെ അടക്കം വലിയ രീതിയിൽ മാധ്യമ അറ്റൻഷൻ കിട്ടിയ, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായ ക്ലിപ്പുകളൊക്കെ മില്യൺസ് കണക്കിന് വ്യൂസ് പോയ ഒരു കല്യാണം തന്നെയായിരുന്നു ഡോക്ടർ എലിസബത്തിൻ്റെ, അതുപോലെ തന്നെ നടനായിട്ടുള്ള ബാലയുടേത്. ആ രീതിയിൽ ഒരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പോലീസുകാരടക്കം ആദ്യഘട്ടത്തിൽ എലിസബത്തിനോട് പറഞ്ഞ കാര്യം, ലീഗലായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ അല്ലേ, നിങ്ങളുടെ പാർട്ണർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾ ഭാര്യയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എലിസബത്ത് പറയുന്ന ഒരു കാര്യം, പോലീസുകാർ വീണ്ടും ആ ഒരു പരാതിയെ പറ്റി, പരാതി മറ്റു പരാതി ഒന്നും ആയില്ല എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ പോലീസുകാരോട് തിരക്കുമ്പോഴത്തേക്കും അന്നത്തെ പരാതിയിൽ മുൻ ഭാര്യ എന്ന് തന്നെയാണ് പോലീസുകാർ എഴുതിയിട്ടുള്ളത്, ആ പരാതിയിൽ എഴുതിയിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ പങ്കാളി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മുൻ ഭാര്യ തന്നെയാണ് അത്. ബാല പക്ഷെ പറയുന്നൊരു കാര്യം ഇല്ലേ, ബാല ഇതിന് ഈ കേസിലൊക്കെ എടുക്കുന്ന ഡിഫൻസ് എന്ന് പറയുന്നത് തന്റെ ലീഗലി ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. എനിക്ക് 2 ഭാര്യമാരായിട്ടുള്ളൂ. ഒന്ന് മുൻ ഭാര്യയായിട്ടിരുന്ന അമൃത, രണ്ടാമത്തത് കോകില. പക്ഷെ അതിന് മുമ്പ് പുള്ളി ലീഗലി വെഡ് ചെയ്ത ഒരു അമേരിക്കക്കാരി ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഡോക്ടർ തന്നെയായിരുന്നു പുള്ളിക്കാരത്തെ ഒരു കർണാടകക്കാരിയാണെന്നാണ് പറയപ്പെടുന്നത്. മലയാളികളുടെ അറിവിൽ ടോട്ടലി പുള്ളി 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹ തട്ടിപ്പ് വീരനാണ്. അതെ, മലയാളികൾക്ക് അറിയാവുന്ന ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വിവാഹ തട്ടിപ്പ് വീരൻ. എനിക്ക് തോന്നുന്നു സിനിമാ നടന്മാരുടെ ചരിത്രത്തിൽ പോലും കാണത്തില്ല ഇത്രയും വൾഗറായിട്ടുള്ള ഒരു സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ ഇത്രയൊരു വിവാഹ തട്ടിപ്പുകാരൻ ഉണ്ടാവും തോന്നുന്നില്ല അത്രയ്ക്ക്. കാരണം ഈ കഴിഞ്ഞ 3 മറ്റേ അമേരിക്കക്കാരുടെ കേസ് നമുക്ക് അറിയില്ല, ബാക്കി 2 മലയാളി പെൺകുട്ടികൾക്കും ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങളും ക്രൂരമായിട്ടുള്ള അബ്യൂസിങ്ങും ആണ് ചെയ്തിരിക്കുന്നത്. അതാണ് അയാളുടെ കുഴപ്പം. ഇറ്റ്സ് എ
സൈക്കോപാത്താണെന്ന് ചോദിച്ചാൽ അത് അറിയില്ല. എന്തായാലും ഡിഫമേഷൻ കേസ് കൊടുത്തു കളയും. അങ്ങനെ കുറെ കോലാഹലങ്ങളൊക്കെ ബാല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഈ ബിരിയാണി വെച്ച് ആഘോഷിക്കുക, അതൊക്കെ എലിസബത്തിനുള്ളൊരു കൊട്ടായിട്ടാണ് എലിസബത്ത് ഇപ്പം ഇതിനകത്ത് പറയുന്നത്. കാരണം നമ്മളും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. എന്തായാലും ഈ എലിസബത്തിനെ കോടതിയിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ബാലയ്ക്ക് വലിയ അനക്കമൊന്നുമില്ല. ഒന്ന് പേടിച്ച് കുറച്ചൊരു വീഡിയോ ചെറിയൊരു അടി കിട്ടും എന്ന് തോന്നിയത് കൊണ്ടാവാം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വളരെ ഒരു 2 minutes കഷ്ടിയുള്ള ഒരു വീഡിയോ പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങ് പോയിരുന്നു. അതിനു മുമ്പ് പുള്ളി മറ്റേ എന്തോ തലപ്പാക്കട്ട് ബിരിയാണിയോ ഹൈദരാബാദി ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് ഒരു 5-6 സെറ്റ് പിള്ളേർക്കൊപ്പം ആ പച്ച എന്നൊക്കെ പറഞ്ഞ് നന്മമരം ആ പച്ച എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ കോമാളി വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ബാലയുടെ കൈക്കൂലി കൊടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബാലയുടെ കൂലിപ്പട്ടാളം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നും അവർ എലിസബത്തിനെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും ഈ കമന്റിലൂടെ നമുക്ക് ഏതാണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ശരിക എനിക്ക് പക്ഷെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇങ്ങനത്തുള്ള ഈ ട്രിഗേഴ്സിൽ എലിസബത്ത് വീഴാൻ പാടില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. തുടക്കം മുതൽ തന്നെ എലിസബത്ത് ഇതിലൊക്കെ കൺസേൺഡ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും തകർന്നിരിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു കുട്ടിയെ ആ രീതിയിലൊക്കെ ടോർച്ചർ ചെയ്യാൻ സാധിക്കും. നാളെ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു മെന്റൽ അവസ്ഥയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്ത്, കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഗുജറാത്തിലാണ് പഠിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണല്ലേ, കുടുംബം ഒപ്പം ഇല്ലല്ലോ, കുടുംബ നാട്ടിലാണ്. അതിനോടൊപ്പം ഇങ്ങനത്തുള്ള സൈബർ ബുള്ളിങ്ങൂടൊക്കെ ആകുമ്പോഴത്തേക്കും ആകപ്പാടെ മാനസികമായിട്ട് തകർക്കാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തന്നെ കമൻറ്റുകൾ തന്നെയാണ് എന്തായാലും ഈ എലിസബത്തിൻ്റെ ഈ ലൈവിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകൾ നിറയുന്നത്. ഈ മഹേഷ് മമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ഒടുവിലായിട്ട് എലിസബത്ത് തൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഏറ്റവും ഒടുവിലിട്ട ലൈവിൽ പങ്കുവച്ചിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടും കാര്യമില്ല, നിന്നെയൊക്കെ ആരെ പേടിക്കുന്നത്, അതായത് ഒന്നുമല്ല, എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ആരുമല്ല, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ലീഗൽ ഒരു പരാതിയായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ചീഫ് മിനിസ്റ്ററിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ട്രാക്കിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എലിസബത്ത് വളരെ ആർജവത്തോടു കൂടി തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട, ശാരീരിക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സംസാരിക്കാതെ വളരെ സന്തോഷകരമായിട്ട് ട്രാവൽ വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു സോഡ സർബത്ത് കുടിക്കുന്ന വീഡിയോസ് പോലും ഇടുന്ന ഒരു മനസ്സിൻ്റെ ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അത് കണ്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ സാധിക്കാതെ വീണ്ടും എലിസബത്തിനെ ട്രിഗർ ചെയ്യാനായിട്ടും മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് മാനസികമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കമന്റുകളാണ് വീണ്ടും അല്ലേ ലൈവിലെ കമന്റ് ബോക്സിലൊക്കെ നിറയുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ബാലയെ സംബന്ധിച്ചിടത്തോളം എലിസബത്തിന്റെ വീക്ക്നെസ്സുകൾ എന്താണെന്ന് ഒരു പക്ഷേ അയാൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാവണം ഒരു പക്ഷേ അവർ ഈ പറയുന്ന പോലെ പേടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. നേരത്തെ തന്നെ ആദ്യമൊക്കെ പോലീസിൽ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു കേസ് എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളായി അവർ വീഡിയോയിലൊക്കെ വരികയും കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഈ ഒരു സത്യം മുഴുവൻ അവർ വിളിച്ചു പോകുന്നത് ഈ വീഡിയോയിലൂടെ പബ്ലിക്കിനോടാണ് പറയുന്നത്. വേറെ ആരോടും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. ആരും കേൾക്കാൻ തയ്യാറല്ല, പേടിച്ചിട്ട്. രണ്ട് ധൈര്യം സംഭരിച്ച് പുള്ളിക്കാരത്ത് തന്നെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ പുറത്തു പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാണ്. കാരണം ഇത് പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞിരിക്കും. പോലീസിന് കേസെടുക്കാൻ ഇരിക്കാൻ പറ്റില്ല. അവരിനി ഭാര്യ ആയിക്കോട്ടെ, ലീഗലി വെഡഡ് ആയിക്കോട്ടെ, അല്ലാതായിക്കോട്ടെ. പക്ഷേ ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ചെയ്ത ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ഉറപ്പായിട്ടും കേസ് എടുക്കുക തന്നെ വേണം. അതാണ് നമ്മുടെ ഇന്ത്യൻ നിയമസംഹിത പറയുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ അത് എന്തായാലും എടുക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, പോലീസ് ആയിരിക്കുന്നത്. പക്ഷെ അതിന് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടൊരു കാര്യം. ആദ്യഘട്ടത്തിൽ എലിസബത്ത് പറയുന്നുണ്ട്, അതായത് ആദ്യം സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു സൂചന ഈ ഒരു ലൈവിൽ പറയുന്നുണ്ട്. ആദ്യ സമയത്ത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് പോകുമ്പോൾ ഈ എന്താണ് ജീവിത പങ്കാളി എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ, ഭാര്യയല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ പരാതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒരു ലൈവിൽ എലിസബത്ത് പറഞ്ഞതാണ്. അത് തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ പക്ഷേ പരാതിയിൽ എഴുതിയിരുന്ന കാര്യം മുൻ ഭാര്യ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ തന്നെ അവർ അഡ്രസ്സ് ചെയ്ത കാര്യം മുൻ ഭാര്യ എന്നുള്ളതാണ്. പക്ഷേ പരാതി പോലീസ് സ്റ്റേഷൻ സ്വീകരിച്ചില്ല. ഏറ്റവും ഒടുവിലായിട്ട് അഭിഭാഷകരുടെ എനിക്ക് തോന്നുന്നു ഒരു സംഘമില്ലേ, ലീഗൽ എയ്ഡ് എന്ന രീതിയിൽ കൊടുക്കുമായിരുന്നു. ആദ്യം കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴും പിന്നീട് അവർ കൂട്ടത്തോടു കൂടി ചെന്ന ഒരു പരാതി ഇവർക്ക് എതിരെ കൊടുക്കുമായിരുന്നു. പക്ഷെ അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് അവർ കോൺടാക്ട് ചെയ്തിരുന്നു. എലിസബത്ത് അതിലൊരു നടപടി ആകുമെന്ന് തോന്നുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടൊരു പച്ചക്കൊടി കണ്ടെന്നാണ് അവർ അറിയിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഈ പാലാരിവട്ടം പോലീസിന് ഒരു പക്ഷേ ഈ ഒരു അഭിഭാഷകരുടെ ഒരു ഗ്രൂപ്പ് ബന്ധപ്പെടുകയും അവരത് ചോദിച്ചപ്പോൾ അന്ന് കൊടുത്ത പരാതി ഉണ്ടെങ്കിൽ തപ്പി നോക്കട്ടെ എന്നൊക്കെ പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട് പരാതി അവർ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യമാണ് ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞത്. സ്വീകരിക്കാത്ത ഒരു പരാതി എങ്ങനെയാണ് പോലീസുകാർ തപ്പി നോക്കിയാൽ കിട്ടുക എന്നുള്ള കാര്യം എലിസബത്ത് വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും ഈ കൺസേൺഡ് ആയിട്ട് പറഞ്ഞ ഈ ഫേക്ക് ഐഡി എന്ന് പറഞ്ഞ പേരെന്താണ്? മഹേഷ് മമ്മു. ഒരു മമ്മൂഞ്ഞാന്ന് മനസ്സിലായി. ആ മമ്മൂഞ്ഞ് എന്തായാലും പറയുന്ന പോലെ എലിസബത്ത് ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. ഈ പറയപ്പെടുന്ന മുൻ ഭർത്താവ് ഒരു മണവാളനാണ്,
മണവാളനാണെന്ന് അവൻ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എലിസബത്ത് പറയുന്നത് കളിയാക്കാനാണെങ്കിൽ നീ അങ്ങനെ പറഞ്ഞല്ലോ. കളിയാക്കാനാണെങ്കിൽ നീ അങ്ങനെ പറഞ്ഞല്ലോ. ഇവന്റെ യഥാർത്ഥ സ്വഭാവം ഒരു മണവാളനാണ് എന്ന്, അതായത് കല്യാണം കഴിച്ച് ഇങ്ങനെ മണവാളനായിക്കൊണ്ട് സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന ഒരുത്തൻ, അതിനാണ് നമ്മൾ മണവാളൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു മണവാളനാണ് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ ഇവളുടെ മുൻ ഭർത്താവ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിവോഴ്സ് ആകാത്ത ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് എലിസബത്ത് സന്തോഷിക്കുന്നുണ്ട്. സത്യത്തിൽ ആ സന്തോഷിക്കുന്ന നോട്ടോടുകൂടിയാണ് അവർ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും എന്തായാലും കേരള ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കേസ് അപൂർവമാണല്ലേ. തീർച്ചയായിട്ടും. അതായത് ഒരു സപ്പോർട്ടും ആ സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ കണക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എലിസബത്തും ബാലയായിട്ട് ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിരിക്കുന്ന, ഫോളോ അപ്പുകൾ ചെയ്തിരിക്കുന്ന ഒരു ചാനൽ ഫോക്കസ് ന്യൂസ് TV മാത്രമേ ഉള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ. ഇപ്പൊ നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. ചെറിയ വ്ളോഗേഴ്സ് ഒക്കെ ഇല്ലേ, സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ചെറിയ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആവട്ടെ, ഇപ്പോൾ എന്തായാലും ഈ എലിസബത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എലിസബത്തിന്റെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചില സോഷ്യൽ മീഡിയ ചാനൽസ് എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം കൃത്യമായിട്ട് തന്നെ കുറച്ചധികം ആൾക്കാർ കൂടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത്രയും അധികം എലിസബത്തിന്റെ പ്രശ്നം എന്താണ്, ബാലയുടെ യഥാർത്ഥ മുഖം എന്തായിരുന്നു എന്നുള്ള കാര്യം, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാത്ത ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയായിട്ടും എലിസബത്തിനൊപ്പം നമുക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും.